ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ പാൽക്കപ്പയുടെ റെസിപ്പിയും പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും പിന്നെ കുട്ടി സ്പെഷ്യൽ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ നല്ല ഇളം കപ്പയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണിത്. ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതിന് 2 വിസിൽ മതിയാവും. എന്നിട്ട് വേവിച്ചിട്ട് വെള്ളം അരിച്ച് അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വേവിച്ച് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളം ബീഫാണ്, മൂത്ത ബീഫ് എടുക്കരുത്, കാരണം ഇത് വേവിച്ചിട്ടില്ല. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും, പിന്നെ ഹാർഡായി പോവുകയും ചെയ്യും. ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ തണുപ്പില്ലെങ്കിൽ നമ്മൾ കൈമന്നിങ്ങനെ വഴുതി കളിക്കും. അതുകൊണ്ടാണ് തണുപ്പോട് കൂടി കട്ട് ചെയ്യാമെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയവർക്കാക്കുന്നതാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. കുട്ടികൾക്കായതുകൊണ്ട് അത്ര സ്പൈസിനെസ്സായി ഉണ്ടാക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല, പിന്നെ കോട്ടിങ്ങിന് ആവശ്യമായ കോൺഫ്ലവർ. അപ്പോൾ ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവറും കൂടി ചേർത്ത് ഈ ബീഫിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ മോൻക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായി മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി അസിൻ്റെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയായ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കുക്കറിലേക്ക് ഒരു കിലോൻ്റെ അത്ര ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 സ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഇനി വേറെ വെള്ളം ചേർക്കുന്നില്ല, ബീഫിൽ നിന്ന് വെള്ളം വരും. ഇനി ഇത് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര വെള്ളമാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇനി ഈ വെള്ളത്തിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിനെയൊക്കെ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ചെറിയ ജീരകവും പിന്നെ 1 നുള്ള് ഉലുവയും പിന്നെ 1 നുള്ള് കടുകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉലുവയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കപ്പ ചിലവർക്കൊന്നും പിടിക്കില്ലല്ലോ, അതുകൊണ്ട് വയറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഉലുവയും ജീരകമൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ വേവിച്ച് വെള്ളം അരിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, ഞാൻ അരമുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട്.
അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പളവിനാണെങ്കിൽ 1 കപ്പോളം കട്ടിപ്പാലുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ആദ്യത്തെ 1-ാം പാലാണിത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കപ്പേനെയൊക്കെ നന്നായൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയായ പാൽക്കപ്പ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ ഉടച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇറക്കി വെക്കാം. നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത്. പിന്നെ 2 സവാള, പിന്നെ ഒരു 10-15 കൊച്ചുള്ളിയും, പിന്നെ ഒരു 3-5 പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇടാൻ ഭയങ്കര തിരക്കാണ്. അസാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും മുന്നേ ഫുള്ളായിട്ടങ്ങ് ഇട്ടത്. ഇതിലേക്ക് പിന്നെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഈ സമയത്താണ് കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പസ് ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടി സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാക്കാം. ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അടച്ച് വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇളം ബീഫായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ അടച്ച് വെക്കുക. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഒരു ഭാഗം ഇവിടെ റെഡിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ വശവും കൂടി ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടരുത്, അന്നേരം നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഈ ബീഫൊക്കെ ആടായിട്ട് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ കോരി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരി എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടീസൊക്കെ ബീഫ് ഫ്രൈ കഴിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുനാരക നീരൊക്കെ പിഴിഞ്ഞ് ആ സവാളയും കൂടി കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൽക്കപ്പയും ബീഫ് ഡ്രൈ ഫ്രൈയും നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പാൽക്കപ്പ റെസിപ്പി ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും. അപ്പം ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ആ മസാലയിൽ വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 10-15 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ആ സവാളയിലിട്ട് വഴറ്റണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.